പക്ഷേ പാർട്ടി ശക്തമായ ഒരു നിലപാട് പറഞ്ഞു. SFIO അന്വേഷണമല്ല, ഏത് അന്വേഷണം വന്നാലും അത് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി ചെയ്തത്. ഇതിന്റെ SFIO അന്വേഷണമല്ല, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യും പാർട്ടി. ശക്തമായ നിലപാടാണ്. പക്ഷേ വീണ വിജയൻ ഇപ്പോൾ ആ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ഹൈക്കോടതിയിൽ പോകാനുള്ള അനുവാദം ഉണ്ടല്ലോ. അല്ലെ, ശക്തമായ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു പാർട്ടി പറയുന്നു. അത് ആരോപിതയായ ആള് പാർട്ടിക്ക് വേണ്ട എന്നതാണ് സ്റ്റാൻഡ്. അതെ, അവരെ അഭിപ്രായം അതാണ്. അവർ കോടതി പോയിക്കോട്ടെ, അതിനെന്താ ഞങ്ങൾക്ക്. അന്വേഷണത്തെ ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിൽ യഥാർത്ഥ ഏതെങ്കിലും കേസിൻ്റെ അത് ഇടപെടാനൊന്നും പാർട്ടിക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ, പിണറായി വിജയൻ മൈനസ് മനസ്സിലായോ ഈ കേസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ കേസ്? അതാണ് ചോദിക്കുന്നത്. ആ കേസ് പിന്നെ ഏതാ? അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയമായ കാര്യമാണ് ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേയുടെ ഭാഗമായിട്ടുള്ള കോടതിയും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ആർക്കാ എതിർക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ആ അന്വേഷണത്തിന് ആവശ്യമില്ലാന്ന് ആലോചിക്കുന്നത്. അങ്ങനെ നിങ്ങളിപ്പോഴും വിചാരിക്കുന്ന പോലെയല്ല ആലോചിക്കുന്നത്. അവരാലോചിച്ചോട്ടെ. പ്രാഥമികമായ അന്വേഷണം അതിപ്പോഴും നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് വെള്ളം വെച്ചിരുന്ന കാര്യം. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 2 കമ്പനികൾ തമ്മിലുള്ള കരാർ, ആ കരാർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 4 മാസത്തെ അന്വേഷണമായി, പിന്നെ ഇപ്പോൾ 8 മാസത്തെ അന്വേഷണമായി. അതിന് പുറമെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അന്വേഷണം. ഇങ്ങനെ അന്വേഷണ പരമ്പരകൾ തന്നെ വരികയാണ്. അങ്ങനെ അന്വേഷണ പരമ്പരത്തിൽ വിധേയപ്പെടാൻ നിൽക്കേണ്ട കാര്യമില്ല എന്ന് കണ്ടിട്ട് അവർ ആവശ്യമായ നിലപാട് നിയമപരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല പറയാൻ പറ്റും നിങ്ങൾക്ക്? അത് ഞാൻ ചോദിക്കുന്നതാണ്. നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്ന പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്നതാണ് പറഞ്ഞത്. അതിലൊന്നു മാത്രം പിടിച്ചിട്ട് അത് അങ്ങനെയാണല്ലോ ഇങ്ങനെ അങ്ങനെ നിങ്ങൾ ഏതായത് നിങ്ങൾ റിപ്പോർട്ടർ വെറുതെ ആവശ്യമില്ലാതെ അത്രയുണ്ടാക്കാം. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രാഥമികമായാലും ഗുരുതരമായാലും കേൾക്ക് ഒന്നും ബേജാറാവണ്ട.